SIR നിലനിൽക്കെ കഴിഞ്ഞ തവണത്തെ എത്ര പോളിംഗ് പെർസെൻറ്റേജ് നിലനിർത്തണമെങ്കിൽ 79% നിശ്ചയമായും കിട്ടിയിരിക്കണം. 79% ആവണം. ഇപ്പോൾ എത്രയാണ് വർധന ഉണ്ടായിരിക്കുന്നത്? കഷ്ടിച്ച് 80% തൊട്ട് പുറത്താണ് ഉണ്ടായിരിക്കുന്നത്. 85 വയസ്സിന് മുകളിൽ വീട്ടിൽ പോയി വോട്ട് ചെയ്തവരുടെ ഉണ്ട്. വീട്ടിലെ വോട്ട് ഇതിനകത്ത് വരും. അതേപോലെ പട്ടാളത്തിൽ ജോലി ചെയ്തവരുടെ സർവീസ് വോട്ടുകൾ ഇതിനകത്ത് വരും. ഈ വോട്ടുകൾ പോസ്റ്റൽ ബാലറ്റുകൾ ഇതിൽ വരും. ഈ ബാലറ്റുകളെല്ലാം കൂടി വരുമ്പോൾ ഒരു പക്ഷേ 80 ആയിരിക്കും. അപ്പോൾ 1%-യോ 1.5%-യോ വർധനമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതൊരു ട്രെൻഡോ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തരംഗമോ അല്ല. കാരണം 2016-ൽ 2.27% വർധനമാണ് പോളിംഗിൽ ഉണ്ടായത്. അന്ന് 77.53% 2016-ൽ 77.53%. അതും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ വളരെ നിസ്സാരമായ വ്യത്യാസമേ ഉള്ളൂ. 2016-നെ അപേക്ഷിച്ച് നോക്കിയാൽ 2021-നെ അപേക്ഷിച്ച് നോക്കുമ്പോഴാണ് ഇതിൽ 1-2% വർധനം ഉണ്ടാകുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അന്ന് 2.27% 2016-ൽ പോളിംഗ് കൂടിയപ്പോൾ പഴയ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ നമ്മൾ പറയണം UDF-നാണ്. പക്ഷേ ട്രെൻഡ് അനുകൂലമായി വന്നതാർക്കാ? LDF-നാണ്. അന്ന് 91 സീറ്റുമായിട്ട് LDF അധികാരത്തിൽ വരുന്നു. അതിനുശേഷം പോളിംഗ് കുറഞ്ഞു. ഏകദേശം 1.53%-മാണ് 2021-ൽ പോളിംഗ് കുറഞ്ഞത്. കുറഞ്ഞപ്പോൾ അത് എത്രയാണ് സംഭവിച്ചത്? അപ്പോഴും അതേ തരംഗമല്ല, അതിനേക്കാൾ തരംഗത്തോടുകൂടി പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് കണ്ടു. അതുകൊണ്ട് ഈ 1-2% മാത്രം വർധനവോ കുറവോ കൊണ്ട് ഒരു തരംഗം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുക സാധ്യമല്ല. ദാറ്റ് ഈസ് നമ്പർ 1. അതുകൊണ്ട് ഒരു ട്രെൻഡ് ഇതിൽ നിന്ന് വിസിബിൾ അല്ല.